പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി. സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കുട്ടമ്പുഴ, കീരമ്പാറ, മാങ്കുളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. വനം വകുപ്പിനെതിരെ മുദ്രാവാക്യങ്ങൾ യാത്രയിൽ നിറഞ്ഞു. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയവർ പൂയംകുട്ടിയിൽ ഒരുമിച്ച ശേഷമായിരുന്നു പഴയ രാജപാതയിലൂടെ അവകാശ പ്രഖ്യാപന യാത്രയായി നീങ്ങിയത്. ഇവിടെ വനംവകുപ്പ് സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപം വഴിതടയാൻ പോലീസും ഫോറസ്റ്റും ശ്രമിച്ചെങ്കിലും എംപിയും എംഎൽഎയുമായുള്ള ചർച്ചയിൽ പോകാൻ അനുവദിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന രാജപാത നൂറ്റാണ്ട് മുമ്പ് പ്രകൃതിക്ഷോഭത്തിൽ തകരുകയായിരുന്നു. അടിമാലി വഴി റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് അധികാരമില്ലെന്നാണ് സമരക്കാരുടെ പക്ഷം. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്ന് സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. പൂയംകുട്ടി ജംഗ്ഷനിൽ ഡീൻ കുര്യാക്കോസ് എംപി അവകാശ പ്രഖ്യാപന യാത്ര ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ എംഎൽഎ അധ്യക്ഷനായി. മാർ ജോർജ് പുന്നക്കോട്ടിൽ, കെ ഫ്രാൻസിസ് ജോർജ് എംപി, മാത്യു കുടനാടൻ എംഎൽഎ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും വൈദികരും പങ്കെടുത്തു. അവകാശ പ്രഖ്യാപന യാത്രയിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. സമരത്തിൽ മാങ്കുളത്തു നിന്ന് മാത്രം 500-ൽ പരം ആളുകൾ അണിനിരന്നു. കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പ്രായത്തെ അവഗണിച്ച് യാത്രയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.